ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, ത്രില്ലോട് ത്രില്ല് എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ത്രില്ല്, അതുപോലെ തന്നെ ട്വിസ്റ്റുകൾ ഇതെല്ലാം ഒരു മോഷണ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നഗരം എന്നറിയപ്പെടുന്ന ഇറ്റലിയിലെ വെനീസിൽ വെച്ചാണ് 2000 കോടി വില മതിക്കുന്ന ഗോൾഡ് നമ്മുടെ ടീംസ് അടിച്ചു മാറ്റാൻ വേണ്ടി പോകുന്നത്. അടിപൊളിയാണ് ആ ഒരു സമയത്തുള്ള ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതിനുശേഷം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഇവർ അടിച്ചു മാറ്റാൻ നടത്തുന്ന ഓരോ പ്ലാനിങ്ങുകൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഭയങ്കര ത്രില്ലിങ്ങോട് നിങ്ങൾക്ക് ഈ ഒരു കഥ കേൾക്കാൻ പറ്റും. അതായത് ഈ പോപ്കോൺ എല്ലാം കയ്യിൽ വെച്ചിട്ട് ചുമ്മാ ഒരു എന്റർടൈൻമെന്റ് നല്ല രസത്തിൽ കാണാൻ പറ്റുന്ന ഒരുപാട് മൂവികളില്ലേ, അതുപോലെ ഒരു ഗംഭീര മൂവി ട്വിസ്റ്റുകളും ഉണ്ട്. അപ്പൊ എന്തായാലും പോവല്ലേ ഈ കഥയിലേക്ക്, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് വെനീസ് എന്ന നഗരത്തിനെയാണ്. വെനീസ് എന്ന നഗരത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഒരുപാട് പേരിൽ ഈ ഒരു നഗരം അറിയപ്പെടുന്നുണ്ട്. ഫ്ലോട്ടിംഗ് സിറ്റി, കനാലുകളുടെ നാട്, ഒരുപാട് ട്രേഡിങ്ങും കാര്യങ്ങളും നടക്കുന്ന, ഒരുപാട് യാത്രക്കാർ വന്നു പോകുന്ന അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് വെനീസ്. ആ വെനീസിൽ തന്നെ ഒരു തെരുവോരത്തിൽ കാണിക്കുകയാണ്. അവിടെ നമ്മുടെ കഥയിലെ ഒരു കഥാപാത്രമായിട്ടുള്ള ജോൺ ബ്രിഡ്ജിനെ കാണിക്കുകയാണ്. അദ്ദേഹം ഒരു നെക്ലേസ് അതുപോലെയുള്ള എന്തോ ഒന്ന് മേടിച്ചിട്ട് അത് കൊറിയറാക്കി മകൾക്ക് അയച്ചിട്ട് മകള് വിളിക്കുകയാണ്, സ്റ്റെല്ല അപ്പനൊരു കാര്യം അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ, നല്ലൊരു അടിപൊളി ചെയിനാണ് എന്നെല്ലാം പറയുന്ന സമയത്ത് മകളായിട്ടുള്ള സ്റ്റെല്ലയ്ക്ക് സന്തോഷമല്ലേ വേണ്ടത്. എന്ന സ്റ്റെല്ല ചോദിക്കുകയാണ്, അച്ഛാ ഇത് എവിടുന്ന് കട്ടയാണ്, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയതാണോ, സത്യം പറഞ്ഞോ? ഇപ്പൊ ഈ ജോൺ ബ്രിഡ്ജർ പറയാണ്, ഏയ് ഇല്ല മോളെ, അത് ഞാൻ അടിച്ചു മാറ്റിയതല്ല, ഇത് എന്റെ കാശ് കൊണ്ട് മേടിച്ചതാണ്. മകളായിട്ടുള്ള സ്റ്റെല്ല ബ്രിഡ്ജർ അവൾ ഇങ്ങനെ ചോദിക്കുന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇയാൾ നല്ല ഒന്നാന്തരം കള്ളനായിരുന്നു, ഇപ്പൊ തന്നെ പരോളിൽ ഇറങ്ങിയതാണ്. അപ്പൊ സ്റ്റെല്ല പറയുന്നുണ്ട്, അച്ഛാ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീണ്ടും ഇനി ജയിലിൽ പോകാൻ നോക്കണ്ട, എല്ലാ ഒരു ശിക്ഷയും കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് വാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എത്ര കാലമായി നിങ്ങളോട് ഞാൻ ഈ ഒരു കാര്യം പറയുന്നു. ഇപ്പൊ ജൂണ് പറയണ, മോളെ ഇത്തവണ കൂടെ, ഒരു തവണ കൂടെ എന്റെ കൂടെ ആ ഒരു ചാർലി ഉണ്ട്, നമ്മൾ അത്യാവശ്യം വലിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊന്ന് സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജോൺ ബ്രിഡ്ജർ കോള് കട്ട് ചെയ്യാണ്. എന്നാൽ സ്റ്റെല്ലയ്ക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അച്ഛന്റെ ഈ ഒരു കാര്യത്തില്. കുറച്ച് കഴിഞ്ഞപ്പോ ജോണി പറഞ്ഞ ചാർലി അങ്ങോട്ടേക്ക് വരികയാണ്, നമ്മുടെ കഥയുടെ മെയിൻ നായകൻ. അപ്പൊ സുന്ദരമായിട്ടുള്ള ഈ ഫ്ലോട്ടിംഗ് സിറ്റിയിൽ വെച്ചിട്ട് ഇവര് രണ്ടുപേരും കാര്യമായിട്ടുള്ള എന്തോ ഒരു മോഷണത്തിന് പദ്ധതി ഇടുന്നുണ്ട്. ജോൺ ബ്രിഡ്ജർ, ചാർലി, അതുപോലെ തന്നെ ഇവരുടെ ടീമിൽ വേറെയും 4 ആൾക്കാരുണ്ട്. അതിൽ പ്രധാനിയാണ് ജെയ്സൺ റോഡി. ജെയ്സനെ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തൊന്നും വേണ്ടല്ലോ, നമ്മുടെ ആക്ഷൻ കിങ് ആയിട്ടുള്ള ജെയ്സൺ സ്റ്റെത്തൻ തന്നെ. അവന്റെ കൂടെ തന്നെ ഇപ്പൊ ഒരാളെ കണ്ടില്ലേ, എന്നാൽ അവന് ഇടത്തെ ചെവി കേൾക്കില്ല കേട്ടോ. തൽക്കാലം നമുക്ക് അവന് ജോജു എന്ന് വിളിക്കാം. പിന്നെ ഇവര് നേരെ ഒരു ബോട്ടിലേക്ക് പോയി കയറുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ഒരു ചെറുകൻ, അവന്റെ പേര് ഹാക്കർ എന്ന് വിളിക്കാം, കാരണം ഇമാതിരി പരിപാടിയൊക്കെ അവനാണ് ചെയ്യുന്നത്. ഇവർ ഈ ഒരു ബോട്ടുമായിട്ട് കുറച്ച് മുന്നോട്ടേക്ക് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വെനീസ് എന്ന സിറ്റി എന്ന് പറഞ്ഞാൽ മുഴുവനും വെള്ളമാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സിറ്റി ആയിട്ടാണ് എല്ലാവർക്കും ഈ ഒരു നഗരത്തെ കാണുമ്പോൾ തോന്നുക. എന്തായാലും ഇവർ ആ ഒരു വെള്ളത്തിലൂടെ ബോട്ടിലൂടെ 3 പേര് മുന്നോട്ടേക്ക് പോകുമ്പോൾ കുറച്ചപ്പുറം വെച്ചിട്ട് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ചാർലി അതുപോലെ തന്നെ ജോൺ ബ്രിഡ്ജർ, ഇവർ രണ്ടുപേരെയും കാണാണ്. സോ ടോട്ടലി 5 പേരായില്ലേ. ഇവരിങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കേട്ടോ. അപ്പൊ ഈ വെള്ളത്തിന്റെ അപ്പുറം ഇപ്പുറക്കായിട്ട് വലിയ വലിയ ബിൽഡിംഗ് ഉണ്ട്. ശരിക്കും ഇവരുടെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തന്നെ വലിയൊരു ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലെ നിലയിൽ ഏകദേശം $35 മില്യൺ, ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2000 കോടി രൂപയുടെ മേലെ വരും. അത്രയും കോടി രൂപ ഉള്ള ഒരു ഗോൾഡ് അത് ഇവിടെ നിന്ന് അടിച്ചു മാറ്റലാണ് ഇവരുടെ ഉദ്ദേശം. എന്തായാലും ബിൽഡിങ്ങിന്റെ ആ ഒരു സ്കെച്ചും കാര്യങ്ങളൊക്കെ ഇവർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ പൂർണ്ണമായിട്ടും ഇപ്പൊ സ്കാൻ ചെയ്തെടുക്കുകയാണ്. ആര്? മറ്റേ ആ ഒരു ഹാക്കർ ഉണ്ടല്ലോ, അവൻ തന്നെ. അതിന്റെ ഉള്ളിൽ ഓരോ സ്ട്രക്ചറും എത്ര ആളുകളുണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇവർ വ്യക്തമായിട്ട് തന്നെ പുറത്ത് നിന്ന് സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോ ഇവര് 4 പേരും ഈ ഒരു ബോട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഒരാൾ കൂടെ ഉള്ളിലുണ്ട്, സ്റ്റീഫൻ. ഇവനിപ്പോ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണുള്ളത്. എന്തായാലും ഈ 4 പേര് ബോട്ടുമായിട്ട് ബിൽഡിങ്ങിന്റെ ഏറ്റവും ബേസ്മെന്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് വന്ന് നിൽക്കാണ്. അവിടെ ഓൾറെഡി വെള്ളം തന്നെയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ബോട്ടുമായിട്ട് ഇവർക്ക് പോകാനൊക്കെ പറ്റും. അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ജോജോ ഈ മേലത്തെ ഫ്ലോർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ സീലിംഗ്, ആ ഭാഗത്ത് എന്തോ ഒരു പെയിന്റിങ്ങിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു ഫ്ലോറിൽ നേരത്തെ തന്നെ ഉള്ളിലേക്ക് കയറിയ ആ ഒരു സ്റ്റീഫൻ, അവൻ നിൽക്കുന്ന ആ ഒരു ഫ്ലോറിന്റെ മുകൾ ഭാഗത്ത് സീലിംഗിൽ ഇങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുകളിലാണ് ആ ഒരു സേഫ്റ്റി ലോക്കർ ഉള്ളത്. മാത്രമല്ല ഒരുപാട് സെക്യൂരിറ്റി അതിന് ചുറ്റുമായിട്ട് എപ്പോഴും ഉണ്ടാകും. അപ്പൊ ഇവന്മാരുടെ കണ്ണും വെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു ലോക്കർ ഈ ഒരു സമയത്ത് ഇവരടിച്ചു മാറ്റുക? വ്യക്തമായ പദ്ധതി എന്തായാലും നമ്മുടെ ചാർലിക്കുണ്ട്. ഇവർ ഇതുപോലെ ഇതിന്റെ അടിയിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ, അത് വെറും ഒരു പെയിന്റ് ആയിരുന്നില്ല. അതിന്റെ കൂടെ തന്നെ ചില ബ്ലാസ്റ്റിംഗ് മെറ്റീരിയലും വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഒരു ബ്ലാസ്റ്റ് നടത്തുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. നമ്മുടെ സ്റ്റീഫൻ ഒരു ബ്ലാസ്റ്റ് നടത്തി, അതിന്റെ തൊട്ട് താഴ്ത്ത നിലയിൽ ജോജോ ഒരു ബ്ലാസ്റ്റ് നടത്തി. സോ രണ്ടും കൂടെ ഒരുമിച്ചായപ്പോൾ മുകളിലുണ്ടായിരുന്ന ആ ഒരു സേഫ്റ്റി ലോക്കർ ഉണ്ടല്ലോ, ആ ഒരു ഹോളിലൂടെ നേരെ താഴേക്ക് വന്ന് വീഴാണ്. താഴെ തന്നെ ഇവരുടെ ആ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. ബോട്ടിൽ ആരുണ്ട്? നമ്മുടെ ജെയ്സൺ റോഡിയും അതുപോലെ തന്നെ ആ ഒരു ഹാക്കറും. പെട്ടി ബോട്ടിൽ വീണു എന്ന് കണ്ടപ്പോ ഒന്നും ആലോചിച്ചില്ല, 2 പേരും ഒരു ആറ്റാ പോകണം. സ്പീഡ് ബോട്ടില്ല, ഭയങ്കര സ്പീഡായിരിക്കും. പിന്നെ നമ്മുടെ ജെയ്സനെ കുറിച്ച് പറയണ്ടല്ലോ, ആളെ നിങ്ങൾക്ക് അറിയാലോ, ഇമാതിരി പരിപാടിക്കൊക്കെ ആള് പുലിയാണ്. എന്തായാലും ബോട്ടുമായിട്ട് അവിടെ പാഞ്ഞു പോവാണ്. എന്നീ കാര്യം സെക്യൂരിറ്റി ഗാർഡ് കാണാതിരിക്കും. ഇവന്മാരും ബോട്ടുമായിട്ട് ഇവരുടെ പിന്നാലെ തന്നെ. വെള്ളത്തിന്റെ നാടായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസുകാർ മുഴുവൻ ഏകദേശം വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാവുക. സോ ഇവന്മാരും ഈ ഒരു കാര്യം കാണുന്നുണ്ട്. അപ്പൊ പോലീസുകാരും നമ്മുടെ ജെയ്സൺ റോഡിയുടെ കൂടെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്.
കാണിക്കുന്നുണ്ട്. എന്നാൽ ട്വിസ്റ്റ് ഇതൊന്നുമല്ല, നമ്മുടെ മാസ്റ്റർ പ്ലാനർ ആയിട്ടുള്ള ചാർലിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നല്ലേ, യഥാർത്ഥത്തിൽ ഇപ്പൊ ജെയ്സൺ റോഡി എടുത്തുകൊണ്ടുപോയ ആ ഒരു ബോട്ടില് ആ ഒരു സ്വർണ്ണത്തിന്റെ പെട്ടി ഉണ്ടായിരുന്നില്ല, അതൊരു ഡെമ്മി പെട്ടിയായിരുന്നു. പകരം ഇത് താഴേക്ക് വീണില്ലേ, ആ വീണ സ്ഥലത്ത് വെള്ളത്തിനടിയിൽ തന്നെയാണ് ആ ഒരു പെട്ടിയുള്ളത്. മറ്റവന്മാരുടെ ദിശ തിരിക്കാനായിട്ട്, ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറ്റാനായിട്ട് നമ്മുടെ ചാർലി പറഞ്ഞു കൊടുത്തൊരു പ്ലാനാണ് ജെയ്സൺ റോഡിയുമായിട്ട് ഇതുപോലെ ബ്ലാസ്റ്റ് കടന്ന ഉടൻ തന്നെ ഒരു ബോട്ട് എടുത്തുകൊണ്ട് ഒരേറ്റ പോക്ക് പോകാൻ. യഥാർത്ഥത്തിൽ ഇപ്പൊ അത് വെള്ളത്തിനടിയിൽ തന്നെയാണല്ലോ. അപ്പോൾ ഓക്സിജൻ മാസ്കും അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചാർലി, അതുപോലെ തന്നെ ആ അപ്പാപ്പനുണ്ടല്ലോ ജോൺ ബ്രിഡ്ജർ, പിന്നെ ജോർജ്, 3 പേരും കൂടെ വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് ആ ഒരു ലോക്കർ തുറക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ്. നമ്മുടെ ആ അപ്പാപ്പനുണ്ടല്ലോ ജോൺ ബ്രിഡ്ജർ, മൂപ്പരാണ് ഇമാതിരി ലോക്ക് തുറക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ചാർലി മൂപ്പര് ഈ ഒരു ടീമിൽ എടുത്തതും. അങ്ങനെ അവസാനം ജോൺ ബ്രിഡ്ജർ ആ ഒരു ലോക്കർ തുറക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ നിറയെ ആ ഒരു സ്വർണ്ണമായിരുന്നു കേട്ടോ. ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 2000 കോടി രൂപയുടെ മേലെ മൂല്യമുള്ള സ്വർണ്ണമാണത്. ഇപ്പൊ ഇവരെല്ലാം കൂടി ഇവരുടെ ബാഗിലാക്കാണ്. മാത്രമല്ല ഇവരുടെ മുകളിലൂടെ, വെള്ളത്തിന് മുകളിലൂടെ പോലീസുകാർ ബോട്ടിൽ ഇങ്ങനെ പോകുന്നത് ഇവർ കാണുന്നുണ്ട്. എന്തായാലും കിട്ടിയ ആ ഒരു സ്വർണ്ണവുമായിട്ട് ഇവര് നൈസായിട്ട് ഇവിടുന്ന് കടന്നു കളയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡിന്റെ ആൾക്കാരുണ്ടല്ലോ, അവരും അതുപോലെ ഈ ഒരു പോലീസുകാരും നമ്മുടെ ജെയ്സൺ റോഡിയെ പിടിക്കാനായിട്ട് അവന്റെ പിന്നാലെ ചെന്നല്ലോ. അവന്റെ പൊടി പോലും കിട്ടിയില്ല. ആരോടെ കളിക്കുന്നത്? നമ്മുടെ ജെയ്സനോട്. എന്തായാലും പദ്ധതി ഇട്ടതുപോലെ തന്നെ വലിയൊരു മോഷണം ഇവർക്ക് നടത്താൻ പറ്റി. സോ അതിന്റെ ഒരു സെലിബ്രേഷൻ നടക്കുന്നത് ഫുൾ ആയിട്ട് മഞ്ഞ് മൂടിയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്. അപ്പൊ ഇത്രയും വലിയൊരു തുക ഇനി ഇവരുടെ കയ്യിലേക്ക് വരാൻ പോകില്ലേ. അപ്പൊ ഓരോരുത്തരായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ പറയാണ്. നമ്മുടെ ജെയ്സൺ റോഡി പറയുന്നത് അവൻ നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറുമാണ്. ജോജോയ്ക്കാണെങ്കിൽ അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വീട്. അതുപോലെ തന്നെ ഹാക്കറിനാണെങ്കിൽ അവന്റെ ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ എന്റർടൈൻമെന്റ് അതാണല്ലോ, വലിയൊരു സിസ്റ്റവും കാര്യങ്ങളും റെഡിയാക്കണം. ലോകത്ത് എവിടെയുള്ളതിനും മെതിനെയും ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സിസ്റ്റം. അതുപോലെ സ്റ്റീഫനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങിയിട്ട് സെറ്റിൽ ആവണം. അങ്ങനെയുള്ള ഓരോ ആഗ്രഹമാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ അപ്പാപ്പനുണ്ടല്ലോ ജോൺ ബ്രിഡ്ജർ, ഇവരുടെയൊക്കെ ലീഡർ ആയിട്ടുള്ള ചാർലി ഒരു ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ടിട്ട് പറയാണ്, മോനെ ഇവന്മാരൊക്കെ പല ആഗ്രഹങ്ങളാ പറയുന്നത്, പക്ഷെ മോനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊന്നുമല്ല. ഇനി ലൈഫ് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്കൊരു പാർട്ട്ണർ നിർബന്ധമാണ്. കൂട്ടുകാരൊക്കെ കാശായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും അവരുടെ പാട് നോക്കിപ്പോകും. അതുകൊണ്ട് ഈ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കി ഒരാളെ വിവാഹം കഴിച്ച് ഒരു കുഴപ്പമില്ലാത്ത ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഈ ഒരു ജോൺ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ എന്ന് ഇപ്പൊ ചാർലിയും ജോണിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തോട് ഭയങ്കര ഒരു റെസ്പെക്ട് ആണ് നമ്മുടെ ചാർലിക്ക്. അങ്ങനെ പാർട്ടി എല്ലാം കഴിഞ്ഞ് അവരവിടുന്ന് തിരിച്ചു പോകണം കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാൽ ഈ സമയത്താണ് ഇവരുടെ വാഹനത്തിന്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മറ്റൊരു 2 വണ്ടികൾ വന്നിട്ട് ഇവരെ കവർ ചെയ്യാണ്. ആ വന്ന ആൾക്കാരുടെ കയ്യിൽ നിറയെ ആയുധമായിരുന്നു. മാത്രമല്ല ഇവർ കൊണ്ടുവന്ന ആ ഒരു ഗോൾഡ് മുഴുവനായിട്ടും ഇവന്മാരടിച്ചു മാറ്റാണ്. ഇപ്പോഴാണ് ഇവർക്ക് ചതി മനസ്സിലാവുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ആ ഒരു സ്റ്റീഫൻ ഉണ്ടല്ലോ, ആ ഒരു പൊടിമീശക്കാരൻ, ഉള്ള ഗോൾഡ് മുഴുവൻ ഒറ്റയ്ക്ക് ഇവൻ എടുക്കാനായിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട്, അതായത് ഒരു ഗുണ്ടാ സംഘത്തെ ഏൽപ്പിച്ച് ഇത് പഠിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചതിക്കുകയാണ് ഇവരെ. മാത്രമല്ല ഇവർക്ക് നേരെ ഈ ഒരു സ്റ്റീഫൻ ആണെങ്കിൽ ഗണ്ണും ചൂണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ കുറച്ച് പ്രായമുള്ള ആള് നമ്മുടെ ജോൺ ബ്രിഡ്ജർ ആണല്ലോ. അപ്പൊ അവൻ ചോദിക്കുകയാണ്, എന്തിനാ സ്റ്റീഫ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും ചെയ്തിട്ടും നീ മാത്രം ഒറ്റയ്ക്ക് കൊണ്ടുവന്നത് നല്ലതാണോ? അത് മോശമല്ലേ എന്ന് ചോദിച്ചു തീർന്നില്ല. ആ പാവം മനുഷ്യന്റെ നെഞ്ചത്തേക്കിട്ട് ഒരു 4-5 തവണ ഈ സ്റ്റീഫൻ ഫയർ ചെയ്യാണ്. ഇനിയും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെ കൂടെ ഇവൻ വെടിവെച്ച് കൊന്നുകളയും എന്ന് നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ജെയ്സൺ റോഡിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി സൈഡിലേക്ക് ഒരൊറ്റ ചെരിക്കലാണ്. അതൊരു പാലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു സൈഡ് തകർത്തി ഇവർ ആ ഒരു വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. അതിന്റെ മുകളിൽ മുഴുവൻ ഐസായിരുന്നു. ഇതെല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവർ അടിയിലേക്ക് ചെന്ന് വീഴുന്നത്. ഈ സമയത്ത് മുകളിൽ നിന്നും സ്റ്റീഫൻ കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ജെയ്സൺ റോഡി വിചാരിച്ചതുപോലെ തന്നെ എല്ലാവരെയും കൊല്ലാൻ തന്നെയായിരുന്നു അവന്റെ പദ്ധതി. ഒരു രക്ഷയില്ല. എന്തായാലും അവരുടെ ബോഡി കാണാതെ സ്റ്റീഫൻ ഫയറിംഗ് നിർത്തും തോന്നില്ല. അതുകൊണ്ട് തന്നെ ചാർലി ഓൾറെഡി മരണപ്പെട്ടു പോയ ജോൺ ബ്രിഡ്ജറിന്റെ ആ ഒരു ബോഡി മുകളിലേക്ക് പതിയെ പൊന്തിച്ചു വിടുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് സ്റ്റീഫനും അവന്റെ ആൾക്കാരും ഇവിടുന്ന് പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഈ ജോണിന്റെ ബോഡി എടുത്തുകൊണ്ട് ഇവർ കരയിലേക്ക് വരികയാണ്. ചാർലി അദ്ദേഹത്തെ മടിയിൽ വെച്ചുകൊണ്ട് നിലവിളിച്ച കാര്യമാണ്. ശരിക്കും ഒരു എന്താ പറയാ, ഒരു യങ്ങർ ബ്രദർ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്ഥാനം തന്നെയായിരുന്നു ചാർലി ഈ ജോണിന് കൊടുത്തിരുന്നത്. അദ്ദേഹം ഇങ്ങനെ മരണപ്പെട്ട് എടുക്കുമ്പോൾ ചാർലിക്ക് അത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അത് കാണുന്ന സമയത്ത് നമുക്കും ഒരു ഇച്ചിരി വിഷമം തോന്നും കേട്ടോ. കാരണം ചാർലിയോട് അത്ര നല്ല രീതിയിൽ അഡ്വൈസ് എല്ലാം കൊടുത്തിട്ട് ഒരു മകനെ പോലെ തന്നെ സ്നേഹിച്ച ആളായിരുന്നു ഈ ഒരു ജോൺ ബ്രിഡ്ജർ. എന്തായാലും ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇവരുടെ ആഗ്രഹം പോലെയൊന്നും ഇവർക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഒരു വലിയ ചതി ഇവർക്ക് നേരിടേണ്ടി വന്നു. എന്തായാലും ഒരു വർഷത്തിന് ശേഷം മറ്റൊരു സംഭവം കാണിക്കുകയാണ്. അങ്ങ് ഫിലാഡൽഫിയയിൽ അവിടെ തന്നെ ഇപ്പൊ ഒരു സേഫ്റ്റി ലോക്കർ, അത് ഭയങ്കര ടൈം എടുത്തുകൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഒരാൾ അങ്ങനെ തുറക്കുകയാണ്. മറ്റാരുമല്ല, ഈ ജോൺ ബ്രിഡ്ജർ ഉണ്ടല്ലോ, അയാളുടെ മകളായിട്ടുള്ള സ്റ്റെല്ല ബ്രിഡ്ജർ. എന്താണ് അച്ഛന്റെ ആ ഒരു ജോലിയും മകളും ചെയ്യാൻ തുടങ്ങിയതാണോ? മോഷണത്തിലേക്ക് അവളും ഇറങ്ങിയോന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അവൾക്ക് ആ ഒരു ടാലന്റ് ഉണ്ട്, അച്ഛന്റെ അതേ ആ ഒരു ടാലന്റ്. ഏത് കഠിനമായിട്ടുള്ള ലോക്കറും അവൾക്ക് തുറക്കാൻ കഴിയും. എന്നാൽ ആ ലോക്കറി ഇപ്പൊ തുറന്നു കൊടുക്കുന്നത് പോലീസുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ എന്തെങ്കിലും ക്രൈം സീനുകൾ ഉണ്ടായിട്ട് തുറക്കാൻ പറ്റാത്ത ലോക്കർ ഉണ്ടെങ്കിൽ ഇവർ നമ്മുടെ സ്റ്റെല്ലയെ വിളിക്കും. സ്റ്റെല്ല വന്നിട്ട് ആ ഒരു ജോലി ചെയ്തു കൊടുക്കും. അതിന്റെ കാശ് അവൾ മേടിക്കും. അല്ലാതെ മോശമായ രീതിയിലല്ല അവൾ ആ ഒരു ടാലന്റ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റെല്ല ഇപ്പോ അവളുടെ കാറിൽ, ആള് കണ്ടാൽ അറിയാം ഒരു ഇച്ചിരി ഗെറ്റായിട്ടുള്ള ആളാണ്, ഒരു പൊട്ടിക്കാളി പെണ്ണൊന്നും അല്ല അവള്. അത് കണ്ടാലറിയാം, ആ ഒരു ഡ്രൈവിംഗ് കണ്ടാലറിയാം. എന്തായാലും അവളുടെ ഓഫീസിലേക്ക് ഇപ്പൊ അവൾ എത്തിയ സമയത്ത് അവളെ കാണാനായിട്ട് ചാർലി വന്നിരിക്കുകയാണ്. ചാർലി ഇപ്പോ നമ്മുടെ
സ്റ്റെല്ലയോട് ഒരു കാര്യം പറയാണ്. ഒരു വർഷങ്ങൾക്ക് മുന്നേ നിന്റെ അച്ഛനെ കൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു സ്വർണം മുഴുവൻ എടുത്തുകൊണ്ട് അവൻ കടന്നു കളഞ്ഞു, ആ ഒരു സ്റ്റീഫൻ. ഇപ്പൊ അവനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സാൻ ഫ്രാൻസിസ്കോ, അവിടെ ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് ആ ഒരു ഗോൾഡും വിറ്റ് അവൻ ജീവിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു ലോക്കറും ഇപ്പൊ അവന്റെ കയ്യിൽ നിലവിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റെല്ല ഒരു കാര്യം നിന്നോട് പറയട്ടെ, ശത്രുക്കൾക്ക് നമുക്ക് പുറത്തു കൊടുക്കാം, പക്ഷെ കൂടെ നിന്ന് ചതിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നുപോയിട്ടുണ്ടെങ്കിൽ അവനോട് നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ? നിനക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ സ്റ്റെല്ല? അവനോടുള്ള പ്രതികാരം നമുക്ക് വീട്ടണ്ടേ? അതുപോലെ തന്നെ അവനായിട്ട് ഒരു 8ന്റെ പണിയും ഞങ്ങൾക്ക് കൊടുക്കണ്ടേ? സോ ആ ഒരു ലോക്കർ തുറക്കാൻ പറ്റിയ ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. പിന്നെ നീ കൂടെ ഉണ്ടെങ്കിൽ ടീമിന് ഒരു പവർ ആവും. നീ ഞങ്ങളുടെ കൂടെ വാ, റിവെഞ്ച് കൊടുക്കുക, അതിനനുസരിച്ച് നിനക്ക് മെച്ചം ഉണ്ടാവും. ഇതെല്ലാം പറയുന്ന സമയത്ത് സ്റ്റെല്ല പറയാണ്, മതി, ഇത്രത്തോളം ചെയ്തു തന്നില്ലേ, അത് മതി. എന്റെ അച്ഛനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊലക്ക് കൊടുത്തില്ലേ, അത് മതി. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ ഒരു ടാലന്റ് എനിക്ക് ഉണ്ടെന്ന് കരുതിയിട്ട് അത് മോശമായ രീതിയിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്തായാലും പൊയ്ക്കോന്ന് ഇപ്പോ ഈ ചാർലിയോട് നമ്മുടെ സ്റ്റെല്ല പറയാണ്. എന്തായാലും രാത്രിയായി, സ്റ്റെല്ലയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം അവളുടെ അച്ഛനെ ചതിച്ചു കൊന്ന ആളാണ് ആ ഒരു സ്റ്റീഫൻ. അവനാണെങ്കിൽ ഇപ്പൊ സമാധാനമായിട്ട് ആ ഒരു സ്വർണവുമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ അവൻ ജീവിക്കേണ്ടെന്ന് നമ്മുടെ സ്റ്റെല്ല രാത്രി തന്നെ തീരുമാനിക്കുകയാണ്. സ്പോട്ടിൽ തന്നെ ചാർലിയെ വിളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മിഷന് ഓക്കെയാണ്, കൂടെ കൂടാന്ന് പറയാണ്. അപ്പൊ ചാർലി പറയാണ്, നാളെ രാവിലെ തന്നെ ഇന്ന സ്ഥലത്തേക്ക് പോവാ, നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാന്ന്. അങ്ങനെ ചാർലിയെ കാണാനായിട്ട് സ്റ്റെല്ല പോയിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ ടീമിലെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടണ്ടേ. ആദ്യം തന്നെ നമ്മുടെ ജെയ്സൺ റോഡി, ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റൈഡർ പുലിയാണ്. ഈ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ ഇവന്റെ പിന്നാലെ, ഇനിയിപ്പോ കാറായാലും ബോട്ടായാലും ഇനിയിപ്പോ എയറോപ്ലെയിൻ ആയിക്കോട്ടെ, ഇവന്റെ പിറകാലെ ചെന്ന് ഇവനെ പിടിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇവന്റെ കൂടെ ആർക്കും ചേസ് ചെയ്ത് എത്താൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ജെയ്സൺ റോഡിക്ക് ഒരു ഇച്ചിരി ഗേൾസിന്റെ ഫാൻസ് കൂടുതലാണ് കേട്ടോ. ശരിക്കും ഈ മച്ചാൻ ഒരു കൊലമാസ ആറ്റിറ്റ്യൂഡ് ആയിട്ടാട്ടോ. ആള് തുടങ്ങുന്ന സമയമാണ്, ഇപ്പൊക്കെ വേറെ ലെവലാണ്. അതുപോലെ തന്നെ ടീമിലെ രണ്ടാമത്തെ ആള് ഹാക്കർ, അവനും അവന്റെ ഒരു കൂട്ടുകാരനും കൂടെ ചെറുപ്പത്തിൽ ടെക്നിക്കലി ഭയങ്കര ഒരുപാട് അറിയുന്ന ആൾക്കാരായിരുന്നു. രണ്ടുപേരും കൂടെ ചെറുപ്പത്തിൽ എന്തോ ഒരു വലിയ കാര്യം കണ്ടുപിടിച്ചു. എന്നാൽ ഇവനെ ചതിച്ചുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ അവനാണ് ഒറ്റക്ക് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാശും അതുപോലെ തന്നെ പേരും പ്രശസ്തി ഉണ്ടാക്കി. ഇതിൽ ഡിപ്രഷനായിട്ട് ഇവനിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇവനെ കിട്ടിയത്. പക്ഷെ മോശം പറയരുതല്ലോ, ഒടുക്കത്തെ ടാലന്റ് ആണ്. പിന്നെ മൂന്നാമത്തെ ആള് ജോജോ, ഏത് കോലത്തിലും എവിടെ വേണമെങ്കിലും ബോംബ് വെക്കുന്ന ഒരു വല്ലാത്ത ടാലന്റ് ഈ ജോജോയ്ക്കുണ്ട്. അത് തന്നെ അവനിട്ട് പണിയും കൊടുത്തു. ചെറുപ്പത്തിൽ ബാത്റൂമിൽ ഇതുപോലെ ഒരു ബോംബ് പരീക്ഷിച്ചതാണ്. ബോംബ് പൊട്ടി അവന്റെ ഒരു ചെവി അടിച്ചു പോയി. എല്ലാവരും മാതിരി വക്ക് പൊട്ടിയ ടീം. എന്നാലും ടാലന്റ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും ടാലന്റ് ഉണ്ട്. ഇനിയിപ്പോ നാലാമത്തത് ഞാൻ. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഈ പിള്ളേരെല്ലാം കൂട്ടി പ്ലാൻ ചെയ്ത് ചെറിയ ചെറിയ മോഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ചെറുപ്പം മുതലേ ഞാനൊരു എക്സ്പേർട്ട് ആണ്. മാസ്റ്റർ പ്ലാൻ അത് ഞാൻ ഉണ്ടാക്കി തരും. അതായത് എല്ലാ ടാലന്റ് ഉണ്ടായാലും ഇതുപോലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇവരിപ്പോ നേരെ സാൻ ഫ്രാൻസിസ്കോയിൽ പോവാണ്. എങ്ങനെ ആ ഒരു മോഷണം നടത്തണം എന്നുള്ള പദ്ധതി ഇവർക്കില്ല. പക്ഷെ നടത്തി കഴിഞ്ഞാൽ ഇതെങ്ങനെ വേഗം ഇവിടുന്ന് കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാൻ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ ജെയ്സൺ റോഡിയെ കൊണ്ട് ഇതെങ്ങനെയെങ്കിലും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുക. സോ അവന്റെ ആ ഒരു വീട് തൊട്ട്, അതായത് സ്റ്റീഫന്റെ വീട് തൊട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ എത്ര ദൂരമുണ്ട്, എത്ര നേരം കൊണ്ട് എത്താം എന്നുള്ളത് പരിശോധിക്കാനായിട്ട് ജെയ്സൺ അങ്ങോട്ടേക്ക് വിടുകയാണ്. അതുപോലെ തന്നെ സ്റ്റീഫന്റെ ആ ഒരു വീട്, അതിന്റെ ആ ഒരു സെക്യൂരിറ്റി, ഇതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമ്മുടെ ജോജോ, ഹാക്കർ, ചാർലിയും കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ജോജോ നോക്കുമ്പോൾ അവിടെ ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റവും കാര്യങ്ങളാണ്. ഹാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇതിന്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന നമ്മുടെ ജോജോ പറയാണ്, ഗേറ്റും അതുപോലെ തന്നെ ആ ഒരു മൃഗങ്ങളുടെ കാര്യം, അതായത് പട്ടികളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ബോംബ് വെച്ച് എല്ലാത്തിനും ഞാൻ ശരിയാക്കിക്കോളും. എന്തായാലും ആ വീടും ചുറ്റുപാടൊക്കെ ഇവർ നിരീക്ഷിക്കുകയാണ്. അത്ര എളുപ്പമല്ല സ്റ്റീഫന്റെ വീട്ടിലേക്ക് കയറുന്നത്. എന്തായാലും സ്റ്റീഫന്റെ വീട് തൊട്ട് റെയിൽവേ വരെ എത്ര ദൂരമുണ്ട് നോക്കാൻ പോയ നമ്മുടെ ജെയ്സൺ റോഡി തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു വിധത്തിലും നടക്കില്ല മച്ചന്മാരെ, കാരണം ഒടുക്കത്തെ ട്രാഫിക് ആണ്. ഈ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ മോഷണം കഴിഞ്ഞ് ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. അതായത് നമ്മൾ പോകുന്ന ഓരോ ട്രാഫിക് ബ്ലോക്കിലും നമുക്ക് ഗ്രീൻ സിഗ്നൽ ഇത് തന്നുകൊണ്ടേയിരിക്കണം, അതായത് പച്ച കത്തിക്കൊണ്ടേയിരിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ സ്റ്റീഫന്റെ വീടിന്റെ ഉൾഭാഗം അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ ഇവർക്ക് അങ്ങോട്ടേക്ക് ചെന്ന് മോഷണം നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഇവർ നോക്കുമ്പോൾ ഒരു വലിയ TV അവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് നന്നാക്കുന്ന ഒരു മെക്കാനിക് എന്ന രൂപത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ആ രീതിയിൽ വീടിന്റെ ഉള്ളിലേക്ക് കയറാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സ്റ്റീഫനെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാർലിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ സ്റ്റീഫൻ അവന് ഈ അടിച്ചു മാറ്റി ഇവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ ആ ഒരു ഗോൾഡ് മുഴുവനും ഏതൊരു ഷോപ്പിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് സെല്ല് ചെയ്യാറുണ്ടെന്ന്. അതുപോലെ ആ ഒരു ഷോപ്പിലേക്ക് ഇതുപോലെ ഈ സ്റ്റീഫൻ ഗോൾഡുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു കടക്കാരൻ ചോദിക്കുകയാണ്, എടാ ഇത്രയും സ്വർണ്ണം എവിടുന്നാടാ, ഇത് പറയടാ. ഇപ്പൊ സ്റ്റീഫൻ പറയാണ്, നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്, ഇത് മേടിച്ച് ഇതിന്റെ കാശ് മാത്രം നീ തന്നാ മതി. അപ്പൊ ആ ഒരു കടക്കാരൻ പറയാണ്, ഇത്ര കാശൊന്നും ഇപ്പൊ നിലവിൽ എന്റെ കയ്യിലില്ല, ഒരു കാര്യം ചെയ്യ്, പകുതി നീ തിരിച്ചു കൊണ്ടുപോയിക്കോ, കാശ് ആകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, അടുത്ത ആഴ്ചയായിട്ടും വാ, അപ്പൊ ഞാൻ കാശ് തരാന്ന് പറയണം. ഇപ്പൊ അടുത്ത സീനിൽ നമ്മുടെ പിള്ളേരെ തന്നെ കാണിക്കുകയാണ്. ഇവർ ഈ ഒരു സ്റ്റീഫന്റെ വീട്ടിലേക്ക് പോകാന്ന് തീരുമാനിച്ചല്ലോ. പക്ഷെ ഇവരെ 4 പേരെയും സ്റ്റീഫന് നന്നായിട്ട് അറിയാം. അപ്പോൾ സ്റ്റീഫൻ അറിയാത്ത ഒരാളായിരിക്കണം ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പൊ ആരായിരിക്കും? നമ്മുടെ സ്റ്റെല്ല. എന്തായാലും എല്ലാവരും കൂടെ സ്റ്റെല്ലയെ നോക്കാണ്. അവൾക്ക് എന്തായാലും പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോ ഈ സ്റ്റീഫന്റെ വീട്ടിന്റെ ഉള്ളിൽ പോകണമെങ്കിൽ ആ ഒരു TV നന്നാക്കുന്ന മെക്കാനിക് ആയിട്ട് പോകണം. അപ്പൊ ആ ടിവിയുടെ കമ്പനിയുടെ അതേ സർവീസ് സ്റ്റാഫ് തന്നെയായിരിക്കണം. അപ്പൊ അവരുടെ യൂണിഫോം ആവശ്യമാണ്. യൂണിഫോം എന്ന് വെച്ചാൽ ഒരു ലേഡിയുടെ യൂണിഫോം വേണ്ടേ, അതിപ്പോ എങ്ങനെ ഒപ്പിക്കും? അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു ടിവിയുടെ സർവീസ് സെന്ററിലേക്ക് ഇവർ നേരെ പോവാണ്.
അവിടെ വർക്ക് ചെയ്യുന്ന ചില ലേഡീസിനെ ഇവർ നോട്ടിടുകയാണ്. എന്നിട്ട് നമ്മുടെ ജെയ്സൺ റോഡി അവിടുത്തെ ഒരു ലേഡിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പെണ്ണുങ്ങളെ വളക്കുന്ന കാര്യത്തിൽ മഹാബുലിയാണ് ഈ മച്ചാന്. എന്തായാലും അവിടെയുള്ള ഒരു പെൺകുട്ടിയോട് കുറെ നേരം സംസാരിക്കുകയാണ്, ഉഷാറാക്കി. അന്ന് രാത്രി തന്നെ അവളുടെ കൂടെ എല്ലാ പരിപാടിയും നടന്നു. നമ്മുടെ നാട്ടിലെ നാടൻ കോഴികൾ ഇതൊന്നും കണ്ട് അസൂയപ്പെടേണ്ട കേട്ടോ. എന്തായാലും രാവിലെ ആയിട്ട് ആ ഒരു പെൺകുട്ടി എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ജെയ്സൺ റോഡി അവളുടെ ആ ഒരു യൂണിഫോം അടിച്ചു മാറ്റി നേരെ പുറത്തേക്ക് വരികയാണ്. എന്തിന്? നമ്മുടെ ഈ സ്റ്റെല്ലയ്ക്ക് കൊടുക്കാനായിട്ട്. സ്റ്റെല്ലയ്ക്ക് ആ ഒരു യൂണിഫോം ഉണ്ടെങ്കിലല്ലേ നൈസായിട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും യൂണിഫോം കിട്ടി, ഇവരെല്ലാവരും റെഡി ആയി നിൽക്കുകയാണ്. ഇനി ഇപ്പൊ ആ ഒരു സ്റ്റീഫൻ അവന്റെ കോള് വരണമെങ്കിൽ എന്താവണം? ടി വി കേടാവണം. അപ്പൊ ടി വി കേടാക്കാനുള്ള പരിപാടികൾ നമ്മുടെ ജോജോയും ഹാക്കറും കൂടെ ചെയ്തു വെക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റീഫൻ നോക്കുമ്പോൾ വീട്ടിലേക്ക് ആ ഒരു ടിവിയുടെ കണക്ഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയോട് വിളിച്ച് കാര്യങ്ങൾ പറയാണ്. ഇപ്പൊ സെക്യൂരിറ്റി നേരെ കമ്പനിയിലേക്ക് വിളിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ കുറച്ച് അകലെയായിട്ട് ഇരിക്കുന്ന നമ്മുടെ ചാർലി സെക്യൂരിറ്റി ഗാർഡിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ആ ഒരു ഏരിയയിലെ കുറച്ച് കണക്ഷൻ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ഒരാളുടെ വീട്ടിൽ മാത്രമല്ല ഒരുപാട് പേരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങളുടെ സർവീസ് സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വിടാന്ന് പറയാണ്. ഇപ്പൊ സെക്യൂരിറ്റി ഗാർഡ് ഓക്കെ എന്ന് പറയാണ്. സോ നമ്മുടെ സ്റ്റെല്ല ആ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് വളരെ നൈസായിട്ട് തന്നെ വീടിന്റെ ഉള്ളിലേക്ക് വരികയാണ് കേട്ടോ. അവളുടെ ആ ഒരു ദേഹത്തൊരു ക്യാമറയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ പോകുന്ന ഭാഗത്തുള്ള എല്ലാ വിഷ്വലും അതിൽ റെക്കോർഡഡ് ആണ്. ഉള്ളിലേക്ക് വന്നു സ്റ്റീഫന്റെ അടുത്ത് ഇതുപോലെ സർവീസിന് വന്ന ആളാന്ന് പറയാണ്. ഇപ്പൊ സ്റ്റീഫനെ നേരിട്ട് കണ്ട സമയത്ത് സ്റ്റെല്ലയുടെ ഉള്ളിൽ അങ്ങനെ തിളക്കാണ്. അച്ഛനെ കൊന്നവനാണ് തൊട്ട് മുന്നിൽ നിൽക്കുന്നത് എന്ന് അവൾ കൺട്രോൾ ചെയ്യാണ്. നല്ല ക്ഷമയോട് കൂടെ നിൽക്കുകയാണ്. മാത്രമല്ല വീട്ടിലെ ആ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിങ്ങനെ നന്നാക്കുന്ന പോലെ നടക്കുകയാണ്. എന്നാൽ അവളുടെ പിന്നാലെ തന്നെ ഈ സ്റ്റീഫൻ വരുന്നുണ്ട്. അവൻ എന്തോ ഒരു സംശയം, ഇവൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വരുന്നില്ല. എന്നാൽ അത് വെറുതെ തോന്നലായിരിക്കും എന്ന് കരുതിയിട്ട് സ്റ്റീഫൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കോഴിത്തരം കാണിക്കുകയാണ്. വരുന്ന ആഴ്ച എന്റെ കൂടെ ഒരു ഡിന്നറിന് വരുന്നോ? വേറെ ഒന്നിനും അല്ല കേട്ടോ, ജസ്റ്റ് ഭക്ഷണം കഴിക്കുക, അത്രേ ഉള്ളൂ. ഞാനൊരു കോഴിയൊന്നും അല്ല, ബേസിക്കലി ഞാൻ ഒരു ജെന്റിൽമാൻ ആണ്. ഇപ്പൊ അവളുടെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടിത്തെറിയാണ്. അച്ഛനെ കൊന്നവൻ തന്നെ അവളെ ഡിന്നറിന് വിളിക്കുകയാണ്. എന്നാൽ കൺട്രോൾ ചെയ്യാണ്. ഇപ്പൊ അവള് പറയാണ് ഞാൻ വരാം. എന്നിട്ട് ബൈ പറഞ്ഞ് നേരെ പുറത്തേക്ക് പോവാണ്. ശരിക്കും എന്തിനായിരിക്കും അവള് വരാന്ന് പറഞ്ഞത്? എന്തായാലും പുറത്തേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഈ സ്റ്റെല്ലയുടെ കൂടെ ഈ സ്റ്റീഫൻ പോകുന്ന സമയത്ത് ബാക്കിയുള്ള 4 പേർക്കും അവനില്ലാത്ത നേരം നോക്കി വീട്ടിന്റെ ഉള്ളിലേക്ക് വരാലോ, ആ സ്വർണം അടിച്ചു മാറ്റാലോ. അതുപോലെ തന്നെ ഹാക്കർ ഇപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റെല്ല ഉള്ളിലേക്ക് പോയ സമയത്ത് അവളുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു ക്യാമറയും ചില ഡിവൈസുകളൊക്കെ ഉപയോഗിച്ച് വീടിന്റെ ഏകദേശം ഉൾഭാഗത്തെ ഒരു സ്കാനിങ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലോക്കർ എവിടെയാണെന്നും അതിന്റെ ആ ഒരു സ്ട്രക്ചർ ഏകദേശം എങ്ങനെയാണെന്നും ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇനി കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് അവിടുന്ന് ഗോൾഡ് അടിച്ചു മാറ്റിയല്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ള ആ ഒരു കാര്യങ്ങളാണ്. അതിനുള്ള ആ ഒരു ട്രെയിനിങ് ഇവർ തുടങ്ങുകയാണ്. അതായത് സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ കാറിലാണ് പോകേണ്ടത്. കാറിന്റെ ഡിക്കിയിൽ ഈ ഒരു സാധനം വെച്ചാലും ഇതിന്റെ ആ ഒരു സ്പീഡ് ഒട്ടും കുറയാനും പാടില്ല, നല്ല പവർ കിട്ടുകയും വേണം. സോ അതിനായിട്ടുള്ള ആ ഒരു ട്രെയിനിങ് ഇവർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാറിൽ ആ ഒരു മാറ്റങ്ങൾ ഇവർ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഹാക്കർ ആണെങ്കിൽ ഏകദേശം ഇവിടെയുള്ള ട്രാഫിക് സിഗ്നലിലെ ആ ഒരു സിഗ്നലൊക്കെ എങ്ങനെ ഹാക്ക് ചെയ്യാം അതൊക്കെ ഓൾറെഡി അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവം ശരിക്കും വർക്ക് ആവുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്റ്റീഫൻ ഇടയ്ക്കിടയ്ക്ക് അവന്റെ ഗോൾഡ് വിൽക്കാൻ പോകുന്ന ഒരു കടയുണ്ടല്ലോ, ഇത്തവണയും അവൻ വെക്കാൻ പോയ സമയത്ത് ആ വാങ്ങിക്കുന്ന ആൾക്ക് എപ്പോഴും ഒരു ആശ്ചര്യമാണ്, ഇത് ഇവനെ എവിടുന്നാ കൊണ്ടുവരുന്നത്. ഇത്തവണ ആ ഒരു ഗോൾഡിലേക്ക് സൂക്ഷിച്ചു നോക്കിയ സമയത്ത് അയാൾ ഒരു ചിഹ്നം ആ ഒരു ഗോൾഡിൽ കാണുന്നുണ്ട്. അപ്പൊ തന്നെ അവൻ ചോദിക്കാണ്, ഡാ ഇതില് മറ്റേ ഇറ്റലിയിലത്തെ ആ ഒരു കമ്പനിയുടെ ചിഹ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു വർഷം മുന്നേ അവിടുന്ന് മോഷണം പോയ ആ ഒരു സ്വർണത്തിന്റെ കളക്ഷൻ അതിൽ പെട്ടതാണല്ലേ ഇത്? എടാ അപ്പൊ അവിടുന്ന് അടിച്ചു മാറ്റിയതാണല്ലേ? ഇത് കേട്ട സമയത്ത് സ്റ്റീഫന് ദേഷ്യം കൂടെ എരച്ച് കയറാണ്. അവൻ പറയാണ്, ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കരുത്, അതിന്റെ പിന്നാലെ പോകരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്, നിനക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചങ്ങായി എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ കയ്യിൽ നിന്ന് കെണ്ണെടുക്കുകയാണ്. ഇനി നിന്നെ ജീവനോടെ വെച്ചാൽ അതെനിക്ക് ആപത്താന്ന് പറഞ്ഞിട്ട് ഇവനെ വെടിവെച്ച് കൊന്നുകളയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. അതായത് ഈ ഒരു സ്വർണം വാങ്ങുന്ന ആളുടെ ചേട്ടനാണ് അങ്ങോട്ടേക്ക് വരുന്നത്. തൽക്കാലം നമുക്ക് അവനെ ക്രിസ്റ്റോ എന്ന് വിളിക്കാം. ക്രിസ്റ്റോ എന്തായാലും അയാളുടെ അനിയനെ കൊന്ന സ്റ്റീഫനെ കണ്ടില്ല കേട്ടോ. സ്റ്റീഫൻ അപ്പോഴേക്കും ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ക്രിസ്റ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ അത്യാവശ്യം ലോക്കലായിട്ടുള്ള റൗഡിത്തരവും കാണിക്കുന്ന ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഈ ക്രിസ്റ്റോ വേറൊരു രീതിയിൽ വേറൊരു വിവരം അറിഞ്ഞിട്ടുണ്ട്. അതായത് ഈ കടയിലെ വിവരങ്ങൾ നമ്മുടെ ചാർലി എങ്ങനെ അറിഞ്ഞത്? അവന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ആ ഫ്രണ്ട് ഇവിടെ വന്ന് ചോദിച്ച് അന്വേഷിച്ചല്ല ആ ഒരു വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ആളാണെങ്കിൽ നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരാളായിരുന്നു. ഇതുപോലെ ഹൈറ്റും വെയിറ്റുള്ള ഒരാള് തന്റെ അനിയന്റെ കടയിൽ വന്ന് ഇതുപോലെ എന്തോ ഒരു വിവരങ്ങൾ ചോദിച്ചു പോയിട്ടുണ്ടെന്ന് ക്രിസ്റ്റോ മനസ്സിലാക്കിയിട്ട് ക്രിസ്റ്റോ നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതായത് നമ്മുടെ ചാർലിയുടെ ഈ നാട്ടിലത്തെ ഫ്രണ്ട് ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക്. എന്നിട്ടൊരു കോടാലിയെ മുന്നിൽ വെച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആരാണ് ക്രിസ്റ്റോ എന്ന് ചാർലിയുടെ ഫ്രണ്ടിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കാര്യങ്ങൾ മണി പോലെ ഇപ്പോ ചാർലിയെ കുറിച്ചിട്ട് ഈ ക്രിസ്റ്റോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഈ വിവരമൊന്നും നിലവിൽ നമ്മുടെ ചാർലിക്ക് അറിയില്ല കേട്ടോ. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഈ സ്റ്റീഫന്റെ കൂടെ നമ്മുടെ സ്റ്റെല്ല ഡിന്നറിന് പോയിക്കാണ്. അപ്പൊ ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞിട്ട് ചാർലി, ജെയ്സൺ റോഡി, അതുപോലെ തന്നെ ജോജോ, ഹാക്കർ ഇവർ 4 പേരും കൂടിയിട്ട് നേരെ ഇപ്പൊ സ്റ്റീഫന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആ രാത്രി അവിടെ ആരും ഉണ്ടാവില്ലല്ലോ, അന്ന് അടിച്ചു മാറ്റേന്ന് കരുതിയിട്ട്. എന്നാൽ നോക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലായിട്ട് വലിയൊരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഈ ഒരു സമയത്ത് ഇവർക്ക് ആ ഒരു മോഷണം നടത്താൻ പറ്റില്ല. മാത്രമല്ല ഓൾറെഡി നമ്മുടെ സ്റ്റെല്ലയാണെങ്കിൽ ഈ സ്റ്റീഫന്റെ കൂടെ ഡിന്നറിന് പോവാന്ന് പറഞ്ഞു. അപ്പൊ പോവാതിരുന്നാൽ സംശയം തോന്നില്ല. അപ്പൊ എന്തായാലും ഇത്തവണ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റെല്ലയോട് പറയാണ്. അങ്ങനെ സ്റ്റെല്ല ഇപ്പോൾ സ്റ്റീഫന്റെ കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നതിനിടയിൽ ഓൾറെഡി സ്റ്റീഫന് ചെറിയ സംശയമുണ്ട്, ഇവൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതിന്റെ ഇടയിൽ ഈ ജോൺ ബ്രിഡ്ജർ അയാൾ ഇടയ്ക്ക് പറയാനുള്ള ആ ഒരു ശൈലി, അതുപോലെ തന്നെ അതേ കാര്യങ്ങൾ അത് ഈ സ്റ്റെല്ല ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവളുടെ സംസാരത്തിൽ
കേസിൽ വന്നപ്പോൾ അത്യാവശ്യം ക്രൂക്കഡായിട്ടുള്ള ബുദ്ധിശാലിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ ഒരു സ്റ്റീഫനും. അവൻ പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കുകയാണ്. അതായത് നീ ആ ഒരു ജോണിന്റെ മകളല്ലേ? പെട്ടെന്ന് അവളുടെ കയ്യിലും കയറി പിടിക്കുന്നുണ്ട്. അവളുടെ ആ ഒരു മട്ടും ഭാവമൊക്കെ മാറുന്നുണ്ട്. ഇപ്പൊ സ്റ്റീഫൻ ചോദിക്കാണ്, എന്താണ് അച്ഛനെ കൊന്നതിന് പ്രതികാരം ചോദിക്കാൻ വന്നയാണോ? ആരൊക്കെ ഉണ്ടടി നിന്റെ കൂടെ? ഒന്ന് പറയുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഈ സ്റ്റീഫൻ ചുറ്റും നോക്കുമ്പോൾ ഇപ്പൊ ചാർലി അങ്ങോട്ടേക്ക് വരികയാണ്, ജെയ്സൺ റോഡി അങ്ങോട്ടേക്ക് വരികയാണ്, ജോജോ, ഹാക്കർ, 4 പേര് വന്നിട്ട് ചുറ്റും നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വെച്ചൊരു പ്രശ്നം ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരോടും പോകാൻ പറഞ്ഞ് ചാർലി മാത്രം ഇപ്പൊ ഈ സ്റ്റീഫനോട് സംസാരിക്കുകയാണ്. എടാ നിനക്ക് ഓർമ്മയുണ്ടോ എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ്, എത്ര അറ്റാച്ച്മെന്റിലാണ് നമ്മളൊരു ടീം പോലെ കഴിഞ്ഞതെന്ന്? നമ്മുടെ ടീമിലെ തന്നെ ഏറ്റവും മൂത്ത ആളായിരുന്നു നമ്മുടെ ജോൺ ബ്രിച്ചർ. അദ്ദേഹത്തോട് എല്ലാവർക്കും ഒരു സ്നേഹവും റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചതിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊന്നുകൊണ്ട് നിനക്ക് ഈ സാധനം അടിച്ചു മാറ്റി പോയിട്ട് എങ്ങനെയാണ് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നത്? എങ്ങനെയാണ് അത് ചെയ്യാൻ തോന്നിയത്? ഇപ്പൊ ഈ ഒരു സ്റ്റീഫൻ ഉണ്ടല്ലോ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയണത്, അത് പിന്നെ ആ ഒരു സ്വർണ്ണം നിങ്ങളൊക്കെ കണ്ടപ്പോൾ വല്ലാതെ മതിഭ്രമിച്ചു പോയില്ലേ? അതുപോലെ അത് കണ്ടപ്പോൾ ഞാനും വല്ലാതെ മതിഭ്രമിച്ചു പോയി. എല്ലാം കൂടെ ഒറ്റയ്ക്ക് എടുക്കാനുള്ള ആ ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ വന്നുപോയി, അതുകൊണ്ട് ചെയ്തതാ. അല്ലാതെ ഈ ഉറങ്ങാൻ പറ്റാത്ത പ്രശ്നമോ കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. അതായത് ഈ ചെയ്ത പരിപാടിയിൽ അവന് യാതൊരു ഉൾക്കുത്തലും ഇല്ലാന്ന് പറയാണ്. അതുപോലെ ഈ 1 വർഷത്തിന് ശേഷം നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ അത് മുഴുവൻ ചെലവാക്കി കഴിഞ്ഞു, എന്റെ കയ്യിൽ ആ സാധനം ഇല്ലാന്ന് പറയണം. ഇപ്പൊ ചാർലി പറയണ, ഡാ നിന്റെ ആ ഒരു നുണയും കാര്യങ്ങളൊക്കെ അടവും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്ക്. സ്വർണം ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഏത് ഗുദാമിൽ കൊണ്ടുപോയിട്ട് നീ അത് ഒളിപ്പിച്ചാലും ഞങ്ങൾ അത് അടിച്ചു മാറ്റിയിരിക്കും, അടിച്ചു മാറ്റും എന്ന ആ ഒരു ഭാവത്തിൽ സ്റ്റീഫൻ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ചാർലി പിന്നീട് പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്ന പോക്കിൽ ഒരുപാട് നാളത്തെ ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ആ ഒരു കൈയുടെ ചുരുട്ടി വെച്ചിട്ട് ആ കൈ കൊണ്ട് അവന്റെ മുഖത്തിനിട്ട് അങ്ങോട്ട് ഒരു ഇടിയോട് അങ്ങോട്ട് തീർക്കുന്നുണ്ട്. സോ എന്തായാലും പിന്നീട് ഇവിടുന്ന് പോവാണ്. ഇത്രയും നാൾ ഇതുപോലെ സ്വർണം മോഷ്ടിക്കാനായിട്ട് ഒരു ടീം അവന്റെ പിന്നാലെ ഉണ്ട് എന്ന് സ്റ്റീഫൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അത്ര കെയർ ആയിരുന്നില്ല. ഇനി മുതൽ അങ്ങനെ പറ്റില്ല. അവന്റെ കയ്യിൽ ആ സ്വർണത്തിന്റെ ഭൂരിഭാഗം ഇനിയും ഉണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് കെയർ ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ആ ഒരു സ്വർണം മാറ്റണം. അത് അവൻ എങ്ങോട്ടേക്ക് മാറ്റിയാലും എത്ര സേഫ് ആക്കി വെച്ചാലും അത് അടിച്ചു മാറ്റണം എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാണ് നമ്മുടെ ടീംസും. ഈ സമയത്താണ് നമ്മുടെ ഹാക്കർ ഉണ്ടല്ലോ സ്റ്റീഫന്റെ ഫോണും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോർത്തുന്നുണ്ടായിരുന്നു. അതായത് സ്റ്റീഫന്റെ പദ്ധതി എന്ന് വെച്ചാൽ ഭയങ്കര സേഫ് ആയിട്ടുള്ള ട്രക്കുകൾ, അതുപോലെ തന്നെ ഹെലികോപ്റ്റേഴ്സ്, ഇതെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് വളരെ സേഫ് ആയിട്ട് തന്നെ ഈ വീട്ടിനുള്ളിൽ നിന്നും ആ ഒരു ഗോൾഡ് മാറ്റാനാണ്. ഈ കാര്യം ചാർലിയോട് പറഞ്ഞപ്പോൾ ചാർലി പറയണം, കൊണ്ടുവരട്ടെ, പുറത്തേക്ക് കൊണ്ടുവരട്ടെ, അതിനുവേണ്ടി തന്നെയല്ലേ ഞാനും കാത്തിരിക്കുന്നത്. അവൻ എത്ര സേഫ് ആയിട്ട് സാധനം കൊണ്ടുപോയാലും നമ്മളത് അടിച്ചിരിക്കും. ഇതേ സമയത്തിന് ഈ നാട്ടിലെ ചാർലിയുടെ ആ ഒരു ഭയങ്കര തടിച്ച ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അയാൾ വിളിച്ചിട്ട് പറയണ, ചാർലി ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. കാരണം ആ കടയുടെ ഓണർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പായിട്ട് നടക്കുന്ന ഒരു ക്രിസ്റ്റോ ഉണ്ട്, അവന്റെ അനിയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ക്രിസ്റ്റോ ഈ കാര്യങ്ങൾ അറിഞ്ഞു. ക്രിസ്റ്റോ എന്നോട് വന്ന് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാൻ അവനോട് നിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് അവന്റെ അനിയനാണെങ്കിൽ ആരും വെടിവെച്ച് കൊന്നിരിക്കുകയാണ്, അത് നീയാണെന്നാണ് അവരൊക്കെ കരുതിയിരിക്കുന്നത്. ഇപ്പൊ ചാർലി പറയണ, ഞാനല്ലടാ കൊന്നത്. എന്തായാലും ക്രിസ്റ്റോയും അവന്റെ ആൾക്കാരും കൂടെ ഇപ്പൊ നിന്നെ തേടി നടക്കാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പൊ ചാർലി അവന്റെ കൂട്ടുകാരനോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഇവിടെ നിന്ന് കാണിക്കുന്നില്ല. ആ കാര്യം ചെയ്യാന്ന് ഇപ്പൊ ചാർലിയുടെ ഈ കൂട്ടുകാരൻ സമ്മതിക്കുകയാണ്. എന്തായാലും ഇനി ഇവരുടെ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിനായിട്ട് ഇവർക്ക് ഒരു ട്രക്കിന്റെ ആവശ്യമുണ്ട്. അത് ഇവർ റെന്റിന് എടുക്കാണ്. എന്നാൽ ഇവരുടെ ടീമിലേക്ക് ഒരാളെ കൂടെ ആവശ്യമാണ്. അതായത് നമ്മുടെ ജെയ്സൺ റോഡിക്ക് വേണ്ടിയിട്ട് കാറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയില്ലേ ഒരു മെക്കാനിക്ക്, അയാളെ തന്നെ ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ ഹീറോ അതുപോലെ തന്നെ നമ്മുടെ ജോജോ രണ്ടുപേരും ചെന്നിട്ട് ഒരു റെയിൽവേ സ്റ്റേഷന്റെ ടണൽ പോലെയുള്ള റെയിൽവേ ആണ് കേട്ടോ, അതിന്റെ അടിഭാഗത്ത് കുറച്ചധികം ബോംബുകൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലൂടെയാണ് മേലെ കൂടെ റോഡ് പോകുന്നത്. അതായത് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി തന്നെ നമ്മുടെ ചാർലിക്ക് ഇവിടെ ഉണ്ട് കേട്ടാ. അങ്ങനെ ഇവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. കാരണം ഈ ഒരു സ്റ്റീഫൻ അവന്റെ ആ ഒരു ഗോൾഡുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ ജെയ്സൺ റോഡി അവന്റെ കാറുമായിട്ട് ഒരു സ്ഥലത്ത് റെഡിയായി നിൽക്കുകയാണ് ചുറ്റുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനായിട്ട്. പിന്നെ റെയിൽവേ അതിന്റെ ആ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് നമ്മുടെ ഹാക്കറും റെഡിയായി നിൽക്കുകയാണ് ഏത് നിമിഷവും ഹാക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ചാർലി അതുപോലെ തന്നെ സ്റ്റെല്ല ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു കാറിൽ മറ്റൊരു ഭാഗത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവരുടെ ടീമിലേക്ക് പുതുതായിട്ട് ഹയർ ചെയ്ത ആ ഒരു മെക്കാനിക് ഉണ്ടല്ലോ, ഇവനെ കൊണ്ട് ഇവരൊരു പരിപാടി ചെയ്യിപ്പിക്കുകയാണ്. അതായത് ഈ ഒരു നഗരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു റോഡിന്റെ സൈഡിലായിട്ട് ഇവര് വാടകയ്ക്കെടുത്ത ആ ഒരു ട്രക്ക് ഉണ്ടല്ലോ, അതിനെന്തോ കംപ്ലൈന്റ് വന്നതുപോലെ ആ ഒരു റോഡിന്റെ അരികിലായിട്ട് അതങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ എന്തിനായിരുന്നു ഇതൊക്കെയെന്ന്. അങ്ങനെ ഇവര് വെയിറ്റ് ചെയ്ത് അവസാനം സ്റ്റീഫൻ അവന്റെ ആ ഒരു ഗോൾഡ് ഇപ്പൊ പുറത്തേക്ക് എടുക്കുകയാണ്. സ്റ്റീഫൻ ആണെങ്കിൽ ഒരു ഹെലികോപ്റ്ററിലാണ് മുകളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും വിചാരിച്ചത് സ്റ്റീഫൻ ഒരു ട്രക്കിലായിരിക്കും സാധനം പുറത്തേക്ക് കൊണ്ടുവരികയെന്ന്. നോക്കുമ്പോൾ 3 ട്രക്കിലാണ് സാധനം പുറത്തേക്ക് കൊണ്ടുവന്നത്, ഇവരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ 3 ട്രക്കുകളിൽ 3 ട്രക്കിന്റെ പിന്നാലെയായിട്ട് ആയുധങ്ങളായിട്ടുള്ള ഗാർഡുകളെയും ഈ ഒരു സ്റ്റീഫൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല ഗടാഗടിയന്മാരായിട്ടുള്ള ഷൂട്ടർമാരാണ്. ഇവന്മാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് സാധനം അല്ലെങ്കിൽ ആ ഒരു ട്രക്കിനെ അടിച്ചു മാറ്റൽ അത്ര നിസാരമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഏത് ട്രക്കിലാണ് ഗോൾഡ് ഉള്ളത് അതാദ്യം മനസ്സിലാക്കേണ്ടേ. ഇവിടെയാണ് നമ്മുടെ ചാർലിയുടെ കഴിവ് കാണിക്കുന്നത്. സ്റ്റീഫൻ പുലിയാണെങ്കിലേ ചാർലി പുലിയാണ്. ചാർലി ഇപ്പൊ പറയണ, ഹാക്കറെ ആ 3 ട്രക്കറിൽ ഏതിന്റെ ടയറാണ് കുറച്ചൊന്ന് അമർന്ന് നിൽക്കുന്നതെന്ന് നീ ഒന്ന് പരിശോധിക്കുന്നു പറയണം. ഇപ്പൊ ഈ ഒരു ഹാക്കർ ആ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ 3 എണ്ണത്തിൽ ഒരെണ്ണത്തിന്റെ ടയർ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് പതിഞ്ഞു കിടക്കാണ്. കാരണം അതിൽ ആ ഒരു ഗോൾഡ് ഉണ്ട്, അതിന്റെ ആ ഒരു വെയിറ്റ് കാരണം. ഈ കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടുണ്ടോ? അല്ലു അർജുന്റെ ലക്കി ദ റൈസർ എന്ന് പറഞ്ഞ മൂവിയിൽ. അപ്പോ ആ സിനിമയിൽ
സിറ്റിയിലേക്ക് ഇവിടുന്ന് ചുരണ്ടി കൊണ്ടുപോയതാണല്ലേ. ഇന്ത്യൻ സിനിമയിൽ പല കാര്യങ്ങളും അങ്ങനെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനിയത്തെ കാര്യം കൂടെ കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും പക്കാ കോപ്പിയാണെന്ന്. അതായത് നമ്മുടെ ചാർലിക്ക് ആ ഒരു ഗോൾഡുള്ള ആ ഒരു ട്രക്ക് ഉണ്ടല്ലോ, അത് അവൻ വിചാരിക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ എത്തിക്കണം. അതുകൊണ്ട് തന്നെ ഈ ട്രക്കിനെ ഇനി ഇവർ കൺട്രോൾ ചെയ്യാൻ പോവാണ്. അതായത് സ്റ്റീഫന്റെ ഡ്രൈവറാണ് ആ ഒരു ട്രക്ക് ഓടിക്കുന്നതെങ്കിലും നമ്മുടെ ചാർലി വിചാരിക്കുന്ന ഭാഗത്തേക്കേ ആ ഒരു ട്രക്ക് ഇനി പോവുള്ളൂ. അതെങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ഹാക്കർ ഉണ്ടല്ലോ, അവൻ പോകുന്ന വഴിയിൽ ഓരോ സിഗ്നലും ഹാക്ക് ചെയ്യാണ്. എന്നിട്ട് ഈ ട്രക്ക് എത്തുന്ന സമയത്ത് അവിടെ റെഡ് സിഗ്നൽ കത്തിക്കും. അതുകൊണ്ട് പച്ച സിഗ്നൽ ഏത് ഭാഗത്താണോ അങ്ങോട്ടേക്ക് മാത്രമായിട്ട് ഈ ഒരു ട്രക്ക് അങ്ങനെ പോകും. അതായത് ചാർലി വിചാരിക്കുന്ന ഭാഗത്തേക്ക് ഈ ഒരു ട്രക്ക് അങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യം തന്നെയല്ലേ ലക്കി ദ റേസർ മൂവിയിൽ അവസാനം സംഭവിച്ചത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മുടെ സ്റ്റീവൻ നോക്കുമ്പോൾ അവൻ വിചാരിച്ച ഭാഗത്തേക്കല്ല ഈ ട്രക്കുകളൊക്കെ പോകുന്നത്. മെയിൻ ആയിട്ട് 3 ട്രക്ക് 3 ഭാഗത്തേക്ക് പോയപ്പോൾ ഗോൾഡുള്ള ആ ഒരു ട്രക്കിന്റെ പിന്നാലെ തന്നെയാണ് ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് സ്റ്റീവൻ പോകുന്നത്. അപ്പോ പൈലറ്റിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതെന്താ നമ്മൾ കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ ട്രക്ക് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ സ്റ്റീവനോട് പൈലറ്റ് കാര്യങ്ങൾ പറയാണ്. ട്രാഫിക് സിഗ്നലും കാര്യങ്ങളൊക്കെ ആരോ ഹാക്ക് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ സ്റ്റീവന് കാര്യം മനസ്സിലായി, ഇത് നമ്മുടെ ചാർലിയുടെ പണിയാണ്. എന്തായാലും ആ ഗോൾഡുള്ള ട്രക്കിന്റെ പിന്നാലെ തന്നെ പോകാൻ കാരണം എന്തായാലും അതിന്റെ പിറകാലെ ഇവന്മാര് വരുമല്ലോ, അപ്പൊ തൂക്കാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ട്രക്ക് ഇങ്ങനെ പോവല്ലാതെ ഈ ട്രക്കിനരികിലേക്ക് നമ്മുടെ ചാർലി അവന്റെ ആൾക്കാർ ആരും വരുന്നില്ല കേട്ടോ. ട്രക്ക് മാത്രം ഒറ്റയ്ക്ക് അങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. എന്നാൽ യാതൊരു ബന്ധവുമില്ലാതെ ഇതേ സമയത്ത് തന്നെ 3 കാർ ഇവർ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടില്ലേ. അതിൽ ഒരെണ്ണത്തിൽ ചാർലി, ഒരെണ്ണത്തിൽ ജെയ്സൺ റോഡി, ഒരെണ്ണത്തിൽ നമ്മുടെ സ്റ്റെല്ല. 3 പേരും ഈ ഒരു കാർ എടുത്തുകൊണ്ട് ഒരു ബന്ധവുമില്ലാതെ ഒരു അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഒരു ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ടുണ്ട്. എന്നാൽ അത് ഈ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇവർ ആ ഒരു പാളത്തിലേക്ക് എത്തുകയാണ്. 3 പേരും ഇവരുടെ കാർ കൊണ്ട് ആ ഒരു റെയിൽവേ പാളത്തിലൂടെ മുന്നോട്ടേക്ക് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ട്രെയിൻ ഇനി മുന്നോട്ടേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഹാക്കർ ചില പരിപാടികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവരിപ്പോ ഈ ചെയ്ത പരിപാടി ഉണ്ടല്ലോ അത് ഭയങ്കര സാഹസികമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ട്രെയിനിന്റെ മുന്നിലൂടെ എമ്മാതിരി പോക്ക് കാർ കൊണ്ട് പോയിട്ട് ഇനിയിപ്പോ അങ്ങോട്ടേക്കും വരാൻ പറ്റാത്ത രീതിയിൽ ഹാക്കർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ടണൽ ഉണ്ടല്ലോ ഇതിന്റെ അടിയിലേക്ക് പോയിട്ട് ഇവരൊരു ഭാഗത്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. കാരണം ടണലിന്റെ ഈ മുകൾ ഭാഗത്താണ് നമ്മുടെ ഈ ചാർലിയും അതുപോലെ തന്നെ ജോജോയും വന്നിട്ട് അന്ന് ബോംബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലാവും. ഇപ്പൊ ഇതിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഇവർ ഹയർ ചെയ്ത ആ ഒരു മെക്കാനിക്ക് ഇവര് റെന്റിനെടുത്ത ആ ഒരു ട്രക്കുമായിട്ട് അങ്ങനെ നിൽക്കുന്നത്. ഇത് കംപ്ലൈന്റ് ആയതുപോലെ ആ ഒരു റോഡിൽ നിർത്തിയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഗോൾഡുമായിട്ട് വന്ന ആ ഒരു ട്രക്ക് ഉണ്ടല്ലോ ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ്. സ്പോട്ടിൽ തന്നെ അടിയിലുള്ള ആ ഒരു ബോംബ് ഇവർ ആക്റ്റീവ് ആക്കുകയാണ്. ബോംബ് പൊട്ടി അവിടെ ഒരു ഹോള് വന്നു. മുകളിലുണ്ടായിരുന്ന ട്രക്ക് നേരെ താഴേക്ക്, അതായത് ട്രെയിൻ പോകുന്ന ഈ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് വന്ന് വീഴാണ്. ഉടനടി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മെക്കാനിക്ക് അവന്റെ ട്രക്കിൽ ഉണ്ടായിരുന്ന വലിയൊരു ഇരുമ്പിന്റെ ഷീറ്റ് എടുത്ത് റോഡിന്റെ മുകളിൽ വെക്കാണ്. അതായത് ഇവിടെ ഒരു ഹോള് വന്നു എന്ന് തിരിയാത്ത രീതിയിൽ. ഇപ്പൊ ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റീഫൻ ഇവനാകെ ഞെട്ടിപ്പോണ്. ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ട്രക്ക്, ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ഈ ഭീമാകാരമായ ട്രക്ക് എവിടെ പോയി? ഇവനാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. നിമിഷ നേരം കൊണ്ടാണ് സാധനം കാണാതായത്. അതായത് ഭൂമിയുടെ അടിയിലേക്ക് ഇവർ കൊണ്ടുപോയി എന്നുള്ള കാര്യം സ്റ്റീവൻ ആദ്യം ചിന്തിക്കുന്നില്ല. എന്നാൽ പിന്നീട് മനസ്സിലായി ചാർലിയാണ് ആള്. അവന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതുപോലെ പൊട്ടിച്ച് താഴേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടിയിൽ ഒരു ടണൽ ഉണ്ടാവും. അതിന്റെ അടിയിലേക്കായിരിക്കും ആ ഒരു ട്രക്ക് പോയിട്ടുണ്ടാവുക. വേഗം തന്നെ ആ ഒരു ടണൽ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സ്റ്റീഫന്റെ ആളുകളോട് ഇപ്പൊ അവൻ പറയാണ്. എന്നാൽ നമ്മുടെ ടീം വന്ന ആ ഒരു വഴിയിലൂടെ ഇവന്മാർക്ക് വരാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹാക്കർ ഓൾറെഡി ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ മറ്റൊരു വഴിയിലൂടെ ഇങ്ങോട്ടേക്ക് വന്നാലേ നടക്കുള്ളൂ. സോ ആ ഒരു വഴി കണ്ടുപിടിച്ച് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ താഴേക്ക് വീണ ആ ഒരു ട്രക്കിന്റെ ബേക്കിൽ ആ ഒരു ഡോറെല്ലാം പൊളിച്ച് ഉള്ളിലുള്ള ആ ഒരു ലോക്കർ തുറക്കുന്നവർക്ക് അതും അവന്മാർ എത്തുന്നതിന് മുന്നേ വേഗം തന്നെ ചാർലിയും നമ്മുടെ ജെയ്സൺ റോഡിയും കൂടെ ആ ഒരു ട്രക്കിന്റെ ബേക്കിലുള്ള ആ ഒരു ഡോർ പൊട്ടിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ശരിക്കും നെറ്റിപ്പോയത് നമ്മുടെ സ്റ്റെല്ലയായിരുന്നു. കാരണം ശരിക്കും സ്റ്റെല്ലയുടെ ജോലി എന്താണ്? ലോക്കറുകൾ തുറക്കുക. ഈ ട്രക്കിനുള്ളിൽ എന്തായാലും ഒരു ലോക്കർ ഉണ്ടാകും, അത് തുറക്കലാണ് അവളുടെ പ്രധാന ജോലി. എന്നാൽ അവളോട് പറഞ്ഞത് ഒരു പഴയ മോഡലുള്ള ലോക്കറായിരുന്നു. എന്നാൽ ഇതല്ല, ഇത് മറ്റൊരു ടൈപ്പായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ അവൾക്കത് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഒന്ന് നോക്കുമെന്ന് ഇപ്പൊ ചാർലി പറയാണ്. ഇപ്പൊ സ്റ്റെല്ല എങ്ങനെയൊക്കെയോ ചെന്നിട്ട് അത് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു മെക്കാനിസം ഒരു രീതിയിലും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് പറ്റുന്നില്ല, എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് സ്റ്റെല്ല ബേഗിലേക്ക് വരികയാണ്. ഇപ്പൊ ചാർലി ഒരു കാര്യം പറയാണ്. സ്റ്റെല്ല ബ്രിഡ്ജർ, നീ ആരുടെ മകളാണെന്ന് ഓർക്കണം. ജോൺ ബ്രിഡ്ജറിന്റെ മകളാണ്. ജോണിനെ ഏത് അർദ്ധരാത്രിയിൽ ഏതൊരു ലോക്കറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അത് തുറക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇൻബോൺ ആയിട്ട് ആ ഒരു ടാലന്റ് ഉണ്ട്. ഏത് രാത്രിയിലും അദ്ദേഹം ആ ഒരു കാര്യം ചെയ്യായിരുന്നു. കാരണം അദ്ദേഹത്തിന് ആ ഒരു ടാലന്റ് ഉണ്ട്. ആ ജോണിന്റെ മകളാണ് സ്റ്റെല്ല. നീ ശ്രമിച്ചു നോക്ക്. ഭയങ്കരമായിട്ട് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയ സമയത്ത് സ്റ്റെല്ല പതിയെ ആ ഒരു ലോക്കറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശരിക്കും ഹൃദയമിടിപ്പ് നോക്കുന്നത് പോലെ അതിന്റെ ഓരോ ശബ്ദങ്ങളും നോക്കി 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 അവസാനം ആ ഒരു ലോക്കർ അവർ തുറക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ ദാണ്ടെ കിടക്കുന്ന കട്ടിക്കണക്കിന് സ്വർണ്ണങ്ങൾ. അവനെല്ലാം ചെലവഴിച്ചു എന്ന് പറഞ്ഞല്ലേ സ്റ്റീഫൻ? എവിടെ? ഒന്നും ചെലവഴിച്ചിട്ടില്ല. ചുരുക്കം ചില ഗോൾഡ് മാത്രമേ അവൻ ചെലവഴിച്ചിട്ടുള്ളൂ. എന്തായാലും വേഗം തന്നെ ഇവരുടെ കാറിലേക്ക് ഇതെല്ലാം പാക്ക് ചെയ്യാണ്. മാത്രമല്ല ഇവിടുന്ന് പോവാൻ നിൽക്കുമ്പോഴാണ് ആര് വരുന്നത്? ഈ സ്റ്റീഫന്റെ ആൾക്കാർ മറ്റൊരു വഴിയിലൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ, അവന്മാർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നാൽ വണ്ടി കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ഉപ്പുനിയായിട്ടുള്ള ജെയ്സൺ റോഡിയാണ് ഇവരുടെ ടീമിലുള്ളത്. ഈ വന്നവന്മാരെയൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ടാണ് ഇവർ അവിടുന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും 3 പേരുടെ കാറുമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒന്നിൽ ചാർലി, ഒന്നിൽ നമ്മുടെ ജെയ്സൺ റോഡി, പിന്നെ 3ാമത്തേൽ സ്റ്റെല്ല ബ്രിഡ്ജർ. 3 പേരും പോകുന്ന സമയത്ത് ഇവരുടെ പിന്നാലെ തന്നെ ഹെലികോപ്റ്ററുമായിട്ട്
സ്റ്റീഫൻ വരുന്നുണ്ട് കേട്ടോ. ഇവൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ചാർലി അവന്റെ കാറ് മാത്രം ഒന്ന് ഡൈവേർട്ട് ചെയ്യാണ്. അവന്റെ കാറിന്റെ പിന്നാലെ തന്നെ ഇപ്പൊ സ്റ്റീഫനും പോവാണ്. മാത്രമല്ല ചാർലി ഇവൻ എങ്ങനെയെങ്കിലും ട്രാപ്പിലാകണല്ലോ. അതിനായിട്ട് നേരെ ഒരു ഗോഡൌണിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഹെലികോപ്റ്ററും ഈ ഒരു ഗോഡൌണിന്റെ ഉള്ളിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു ഹെലികോപ്റ്ററിന് അവിടെ വെച്ച് ഇത് ടേൺ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ സ്റ്റീഫന്റെ ഒരു ട്രാപ്പ് ആയിരുന്നു. എന്തായാലും ചാർലി കാർ റിവേഴ്സ് എടുത്ത് നേരെ ഈ ഒരു ഗോഡൌണിന്റെ പുറത്തേക്ക് പോവാണ്. ഇനിയിപ്പോ സ്റ്റീഫന് ഹെലികോപ്റ്ററുമായിട്ട് ഇവരുടെ പിന്നാലെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ വന്ന ഏതോ പാവ മനുഷ്യനെ അടിച്ചിട്ട് ഇയാളുടെ കാറുമായിട്ട് നമ്മുടെ ചാർലിയുടെ പിന്നാലെ തന്നെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം നമ്മുടെ ചാർലി അറിയുന്നില്ല കേട്ടോ. ഉണ്ടയാണ് മിക്കവാറും ഏതെങ്കിലും ഒരു ട്രാപ്പിലേക്ക് അവന് വലിച്ചുകൊണ്ടുപോയിരിക്കും. എന്തായാലും അവിടെ നിൽക്കട്ടെ. ചാർലിക്ക് ഇപ്പൊ നിലവിൽ സ്റ്റീഫൻ പിന്നാലെ വരുന്നത് അറിയില്ല കേട്ടോ. എന്തായാലും ചാർലി, ജേസൺ റോഡി പിന്നെ നമ്മുടെ സ്റ്റെല്ല ഇവര് 3 പേരും ഇവരുടെ ആ ഒരു കാർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഇവർക്ക് പോകാനായിട്ടുള്ള ആ ഒരു ട്രെയിനിന്റെ ഉള്ളിലേക്ക് കാർ അടക്കം കയറ്റി വെച്ചിരിക്കുകയാണ്. അതിന്റെ ആ ഒരു ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇവര് ഹയർ ചെയ്ത ആ ഒരു മെക്കാനിക് ആയിരുന്നു. എന്നാൽ ഈ വിവരം അറിയാതെ അങ്ങോട്ടേക്ക് സ്റ്റീഫൻ എത്തുകയാണ്. എന്നിട്ട് ഈ മെക്കാനിക്കിന് കുറച്ച് കാശ് കൊടുത്തിട്ട് പറയാണ്, ഡാ ഉള്ളിൽ എന്താണെന്ന് മാത്രം ചോദിക്കാൻ നിൽക്കരുത്, ഉള്ളിലേക്ക് കൊണ്ടുപോയി ആ ഒരു സാധനം എനിക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയണം. ഇവൻ ആ ഒരു കാശ് മേടിക്കുന്നുണ്ട്. അതായത് ഈ മെക്കാനിക്ക് എന്തായാലും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളെന്നല്ലോ, അവന് കാശ് മതിയല്ലോ. അവൻ എന്തായാലും ഇപ്പൊ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് ശരിക്കുള്ള ചതി, അതായത് പ്ലാനിങ്. അതായത് ഈ മെക്കാനിക്കും കൂടെ നിന്നിട്ട് തന്നെ ഇവൻ അതിന്റെ ഉള്ളിലേക്ക് പെടുത്തായിരുന്നു. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്റ്റീഫൻ വന്ന് കയറിയപ്പോ ദാണ്ടെ അവന്റെ മുന്നിലേക്ക് ഒരാൾ വന്ന് നിൽക്കുന്നു. 1 ചാർലി, 2 ജേസൺ റോഡി, 3 ജോജോ, 4 ഹാക്കർ, 5 സ്റ്റെല്ല. പെട്ടെന്ന് തന്നെ സ്റ്റീഫൻ ഗണ്ണെടുത്ത് ഇവരെ നേർക്ക് ചൂണ്ടുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മറ്റു ചില ആൾക്കാർ വരികയാണ്, ക്രിസ്റ്റോയുടെ ആൾക്കാരും. എന്നിട്ട് ഗൺ പോയിന്റിൽ നമ്മുടെ സ്റ്റീഫനെ കൈയോടെ പൊക്കുകയാണ്. ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായോ? അതായത് ചാർലി അവന്റെ ആ ഒരു കൂട്ടുകാരനോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റോയുടെ അനിയനെ ശരിക്കും കൊന്നത് ഈ സ്റ്റീഫനാണ് എന്നുള്ള കാര്യം അവിടെ പോയിട്ട് പറയാനായിരുന്നു. അത് വിശ്വസിച്ച് ക്രിസ്റ്റോയും അവന്റെ ആൾക്കാരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പണി ചെയ്യണമെങ്കിൽ അവനും കുറച്ച് കാശും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. സോ ഒരു പെട്ടി ഗോൾഡ് അവനും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്റ്റോയും അവന്റെ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ കൈയോടെ തന്നെ സ്റ്റീഫനെ പൊക്കി അനിയനെ കൊന്നവനാണ് പോയി കൊണ്ടുപോയിട്ട് നല്ല പണി കൊടുക്കാനുള്ളത്. എന്തായാലും ഇവിടുന്ന് കൊണ്ടുവന്നതിന് മുന്നേ ചാർലി പറയണ, ക്രിസ്റ്റോ ഒന്ന് നിൽക്കണേ, ദാ ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ഇവർക്ക് ചെറിയൊരു കടം ബാക്കിയുണ്ട്, അവൾ അതൊന്ന് തീർത്തോട്ടെ എന്ന് പറയണം. ഇപ്പൊ ക്രിസ്റ്റോ പറയണ ആയിക്കോട്ടെ എന്ന് പറയണം. സ്റ്റീഫനെ അവരുടെ മുന്നിൽ നിർത്തി കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റെല്ല വന്ന് നല്ല ഒന്നാം തരം ഒരു വീക്ക് ഈ സ്റ്റീഫന്റെ ചെള്ളക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അച്ഛനെ കൊന്നവനാണ്, ഇത്രയൊന്നും കൊടുത്താൽ പോരാ, എന്നാലും അത് മതി, അവനിട്ട് എന്തായാലും വെട്ടിന്റെ പണി കിട്ടാൻ പോവാണല്ലോ. ഇപ്പൊ ക്രിസ്റ്റോ അവന്റെ ആൾക്കാർ സ്റ്റീഫനെ തൂക്കിയെടുത്തോണ്ട് പോവാണ്. അപ്പൊ ക്രിസ്റ്റോ പറയുന്നുണ്ട് ഇവനൊന്ന് കൊണ്ടുപോയിട്ടൊന്ന് ഉരുട്ടി പുഴുങ്ങി എടുക്കണമെന്ന്. എന്തായാലും സ്റ്റീഫന്റെ കാര്യം പോക്കാണ്. അനിയനെ കൊന്നവനല്ലേ, വെറുതെ വിടുവോ, മിക്കവാറും തട്ടിക്കളയും. അതും നല്ല പെട കൊടുത്തിട്ട് തന്നെയുള്ള തട്ടിക്കളയിലായിരിക്കും. എന്തായാലും ഇവർ ശരിക്കും അധ്വാനിച്ച് അടിച്ചു മാറ്റിയ ആ ഒരു ഗോൾഡ് അത് ഇവരുടെ കയ്യിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ആദ്യം ഇവർ ഓരോരുത്തരായിട്ട് അവരുടെ ആഗ്രഹം പറഞ്ഞല്ലോ, ആ ആഗ്രഹം ഇവർ നടത്താൻ തുടങ്ങി. ആദ്യം തന്നെ ജേസൺ റോഡിയെ നോക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറാവും മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഇങ്ങനെ ട്രാഫിക്കിലൂടെ പോകുന്ന സമയത്ത് ഒരു ട്രാഫിക് പോലീസിനെ കാണുകയാണ്. ഒരു ലേഡിയാണ്. ജേസന് അറിയാലോ, ആ ലേഡിയെ തന്നെ കറക്കി കീശയിലേക്കാണ് കേട്ടോ. പിന്നെ ജോജോയെ നോക്കുകയാണെങ്കിൽ അവന് നല്ലൊരു വീട് മേടിക്കണം എന്നായിരുന്നു. നല്ലൊരു വീട് അവൻ മേടിച്ചു. അതുപോലെ തന്നെ ഹാക്കറിനെ നോക്കുകയാണെങ്കിൽ അവന് നല്ലൊരു സിസ്റ്റവും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അത് നല്ല രീതിയിൽ തന്നെ അവൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി അവസാനം ചാർലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവനോട് ജോൺ ബ്രിഡ്ജ് പറഞ്ഞത്, എങ്ങനെയെങ്കിലും കാശെല്ലാം കയ്യിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് ഒരു ഫാമിലി ഉണ്ടാക്കുന്ന കാര്യമാണ്, ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കണം. പറഞ്ഞതുപോലെ തന്നെ ചാർലി ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ജോൺ ബ്രിഡ്ജറിന്റെ മകളായിട്ടുള്ള സ്റ്റെല്ല ബ്രിഡ്ജർ തന്നെ. സോ എല്ലാവരും അവർക്ക് എങ്ങനെയാണോ ജീവിക്കേണ്ടത്, അവരുടെ ആഗ്രഹം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ജീവിക്കുകയാണ്. അപ്പോൾ ശുഭം എന്നുള്ള രീതിയിൽ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയണേ. ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.